സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. യോശുവയുടെ പുസ്തകം അധ്യായം 7, 12, 13 തിരുവചനങ്ങൾ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുന്നിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലേ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 12, 13 തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനം നടത്തിയ ഒരു യുദ്ധത്തിൽ അവർക്ക് പരാജയം സംഭവിക്കുവാനുള്ള പ്രധാന കാരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത മോശെ എന്ന ദൈവദാസന് ശേഷം യോശുവ ഇതാ ഇസ്രായേലിനെ നയിക്കുവാൻ നിയുക്തനായിരിക്കുകയാണ്. ആ സമയം ദൈവം യോശുവയോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുവാനിരിക്കുന്ന ദേശം നീ അവർക്ക് അവകാശമായി വിഭാഗിക്കണം. ഇങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് യോശുവ ഇസ്രായേൽ ജനത്തിന് ഗോത്രമായി വാഗ്ദത്ത ഭൂമി അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. 12 ഗോത്രങ്ങൾക്കും ദൈവ വചനപ്രകാരം അഥവാ ദൈവ വാഗ്ദത്ത പ്രകാരം ദൈവം പറഞ്ഞതനുസരിച്ച് വാഗ്ദത്ത ഭൂമി വിഭാഗിച്ചു. തുടർന്ന് ചില പ്രദേശങ്ങൾ കൂടി അവർക്ക് അവകാശമാക്കുവാൻ ഉണ്ടെന്ന് ദൈവം യോശുവയോട് പറയുകയും അത് ഓരോന്നായി അവകാശമാക്കുവാൻ മുൻപോട്ട് പോകാൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവർക്ക് ചില വ്യവസ്ഥകൾ വച്ചിരുന്നു. ആ വ്യവസ്ഥകൾ ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. ആ കൽപ്പന അനുസരിച്ച് വേണം അവർ ദേശങ്ങളെ കരസ്ഥമാക്കുവാൻ. എന്നാൽ ഇവിടെ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ച് ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് അകൃത്യം ചെയ്തു. അഥവാ യുദ്ധത്തിന് പോകുമ്പോൾ ശപഥാർപ്പിത വസ്തുക്കൾ എടുക്കരുതെന്ന് ദൈവം യോശുവ വഴി ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ ആഖാൻ എന്ന ഒരു മനുഷ്യൻ ഈ കൽപ്പന ലംഘിച്ച് യുദ്ധത്തിന് പോയപ്പോൾ ശപഥാർപ്പിത വസ്തു മോഷ്ടിച്ചെടുത്ത് ഒളിച്ചു വച്ചു. തുടർന്ന് നടത്തിയ യുദ്ധത്തിൽ അവർ അമ്പെ പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് അവരെല്ലാവരും ദൈവസന്നിധിയിൽ കരയുകയാണ്. യോശുവയും ഇസ്രായേൽ ജനവും ദൈവസന്നിധിയിൽ അവർ കരയുമ്പോൾ ദൈവം അവരോട് പറഞ്ഞ ഉത്തരമാണ് നാം വായിച്ചു കേട്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നത്? ഇതാ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു ശാപം നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ആ ശാപം വരുത്തി വെച്ചത് ആഖാനായിരുന്നു. ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് അവന് ഒരു അകൃത്യം ചെയ്തിരിക്കുകയാണ്. ആ അകൃത്യം
അഥവാ ആ പാപം, അതുവഴി വന്ന ശാപം, അത് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്നും മാറ്റുന്നതുവരെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല, നിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയവും ഉണ്ടാവുകയില്ല എന്ന് ദൈവം പറയുകയാണ്. പിന്നത്തേതിൽ നടന്നതെല്ലാം പെട്ടെന്നായിരുന്നു. യോശുവ അവിടെ ഒരു ശുദ്ധീകരണം നടത്തുകയാണ്. ആഖാനെ നീക്കം ചെയ്യുകയാണ്, ശാപം നീക്കം ചെയ്യുകയാണ്. തുടർന്ന് യുദ്ധത്തിന് പോകുമ്പോൾ വലിയ വിജയമുണ്ടാവും. അതെ, ശാപം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ജീവിത വിജയം സാധ്യമല്ല. ജീവിതത്തിൽ നന്മയും ജീവിതത്തിൽ അനുഗ്രഹവും ഉയർച്ചയും അഭിവൃദ്ധിയും അനേകവിധമായ ആശീർവാദം ലഭിക്കുവാൻ ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകാം. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും.